നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഗുരുതര കുറ്റങ്ങളായിട്ടും നടപടിയെടുക്കാതിരിക്കുകയാണ് സർക്കാർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ലൈംഗിക അതിക്രമത്തിനിരയായെന്ന കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും കുറ്റവാളികളുടെ പേരുവിവരങ്ങൾ പോലും പുറത്തു വരാത്ത വിധം കരുതലെടുത്തും നിയമ നടപടികൾ സ്വീകരിക്കാതെയുമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒത്തുകളി. 4 വർഷമായി പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് മറ്റു പല കാര്യങ്ങളും മറയ്ക്കാനായാണ് ഇപ്പോൾ പുറത്തുവിട്ടതെന്ന ആരോപണവും ഉയരുന്നു. എങ്കിലും ഈ റിപ്പോർട്ട് സർക്കാരിനെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ്. കുറ്റവാളികളെ ചൂണ്ടിക്കാട്ടും വിധമുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മൊഴിപ്പകർപ്പുകളും കയ്യിലുണ്ടെങ്കിലും താൻ മന്ത്രിയായിരുന്ന 3.5 വർഷത്തിനിടയിൽ ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല എന്ന മറുപടിയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനിൽ നിന്നും ഉണ്ടായത്. മൊഴി പ്രസിദ്ധീകരിക്കാമെന്ന് കോടതി തീരുമാനം വന്നാലേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ച കാലത്ത് സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലനും പറയുന്നത് ഇത് തന്നെയാണ്. പരാതി ലഭിച്ചാൽ മാത്രം നടപടി എന്ന നിലപാടിലേക്ക് സർക്കാർ സ്വീകരിച്ചതോടെ റിപ്പോർട്ടിനപ്പുറം നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. പ്രശ്നബാധിതർ എന്തായാലും അവരുടെ നിലനിൽപ്പ് മുൻപോട്ട് നോക്കി പോകുമ്പോൾ തീർച്ചയായും ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകില്ല എന്ന് സർക്കാരിനും അറിയാം. ലൈംഗിക ചൂഷണത്തോടൊപ്പം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ കുറ്റങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം, വിതരണം ഇതെല്ലാം സിനിമാ മേഖലയിൽ സജീവമാണ്. മയക്കുമരുന്ന് എത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുമുണ്ട്. സിനിമാ നിർമ്മാണം വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നത് സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നു. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി മാത്രം ആധാരമാക്കി സർക്കാരിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാമെന്നിരിക്കെ സർക്കാർ അതിനും മുതിരാനുള്ള സാധ്യതയില്ല. സ്ത്രീകൾ മാത്രമല്ല കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. ചിലരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കുകയും പ്രതിഫലം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്രഖ്യാപിത വിലക്കും ഏർപ്പെടുത്തും. സിനിമയെ നയിക്കുന്നത് 15 അംഗ പ്രത്യേക കോക്കസ് ആണെന്നും അതിന് പുറത്താണെങ്കിൽ അവസരങ്ങൾ ഉണ്ടാകില്ലെന്നും മിക്ക സിനിമാ പ്രവർത്തകരും പരാതിയും പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് സിനിമാ നയ രൂപീകരണത്തിന് ഇനിയൊരു പുതിയ കൺസൾട്ടൻസി ഉണ്ടാക്കാനാണ് സാംസ്കാരിക വകുപ്പ് ശ്രമിക്കുന്നത്. മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി എന്നാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. റിപ്പോർട്ടിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നീക്കം. റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനാൽ ഇത് പുറത്തുവിടരുതെന്നും ജസ്റ്റിസ് ഹേമ തന്നെ 2019 ഫെബ്രുവരിയിൽ കത്ത് നൽകിയിട്ടുണ്ട്. മൊഴി നൽകി ആരെങ്കിലും പരാതിപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാമെന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തതോടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനി യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്നും ഈ കൊടും കുറ്റവാളികൾക്ക് വീണ്ടും വിഹരിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ് എന്നും ആക്ഷേപമുയരുന്നുണ്ട്.